ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 5ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ എല്ലാവരും എല്ലാ കൊല്ലം റിക്വസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം റോസുവിൻ്റെ ബാഗ് പാക്ക് ചെയ്യാം. അതായത് ഒരു LP UPയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പാക്കിങ്. അപ്പോൾ റോസ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു പേഴ്സാണ്. ഇതൊരു ക്ലിയർ പൗച്ചായിരുന്നു. അതുമ്പോൾ മുഴുവൻ നമ്മളിങ്ങനെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചു. കാപ്പിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ പിക്ചറുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് കുറേയൊക്കെ ലാസ്റ്റ് ചെയ്യട്ടോ, ചിലതൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാന നമ്മൾ കഴിഞ്ഞ വട്ടം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാപ്പിപ്പാറ ഡിസൈൻ വരുന്ന ഇറേസബിൾ പെൻ, അതായത് എഴുതി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റുന്ന ടൈപ്പ് പാനയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് മായ്ക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ചിലർ പറഞ്ഞൊരു കാര്യം കമൻസിൽ, ഇത് എഴുതി കഴിയുമ്പോൾ ചൂട് കൊണ്ട് കഴിയുമ്പോൾ ഇത് മാഞ്ഞു പോകുന്നൊരു പ്രശ്നം അവർ യൂസ് ചെയ്തപ്പോൾ വന്നു എന്ന്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ അത് വരുമോയെന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു, നോട്ട്ബുക്കിൽ ഇതുകൊണ്ട് എഴുതണ്ട, സ്കൂൾ നോട്ടിൽ റഫ് ബുക്കിലും അങ്ങനെ വീട്ടിൽ എഴുതുമ്പോൾ ഇതിൽ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ വഴിയെ പറയാം. പിന്നെ നമ്മൾ സ്കെയില്, പെൻസില്, ഷാർപ്നർ, ഇറേസർ ഇതെല്ലാം വെച്ചു. വേറെ 2 പാനയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെക്കാനായിട്ട്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ ജസ്റ്റ് ഭംഗിക്ക് വെച്ചു എന്നുള്ളൂ. പിന്നെ ചെറിയൊരു ഹൈലൈറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ആവശ്യം വന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ടിയിട്ടൊരു ചെറിയ ഹൈലൈറ്ററും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നോട്ട്ബുക്ക് ഒരെണ്ണം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോകാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആവശ്യമുള്ള എല്ലാ നോട്ട്സും നമ്മൾ കൊണ്ടുപോകും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇപ്പോൾ തന്നെ വെക്കുന്നുണ്ട്. അത് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ബാഗിൽ ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ അത് എല്ലാ ദിവസവും മറന്നു പോകേണ്ട വെച്ചിട്ട് വെക്കും എപ്പോഴും. ഇനി ടിഫിൻ ബോക്സ് കൊണ്ടുവന്നവരാണെങ്കിൽ അതൊക്കെ സെറ്റാക്കി വെക്കുക. പിന്നെ ടിഫിൻ കെട്ടാനുള്ള ടവല്, കറി ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ മോള് സാധാരണ പ്ലേറ്റാണ് കൊണ്ടുപോകാറ്, അവിടെ നിന്ന് ഫുഡ് കഴിക്കണോണ്ട് ടിഫിൻ ബോക്സ് ഇതാണ് അവൾ ഇനി കൊണ്ടുപോവാണെങ്കിൽ യൂസ് ചെയ്യണേ. അത് മുഴുവൻ സ്റ്റിക്കർ ഒട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അല്ലാതെ ഉണ്ടാവുന്നത്. കാരണം കഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ പോവും, കുറച്ചൊക്കെ നിൽക്കും കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ വട്ടം വാട്ടർ ബോട്ടിലും ഇങ്ങനെ ടിഫിൻ ബാഗ് ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് സ്റ്റിക്കറൊക്കെ അതുമ്പോൾ തന്നെ ഇരുന്നു, കുറച്ചൊക്കെ പോയി. പക്ഷെ അവൾക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒട്ടിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ അവർക്ക് അത്ര തോന്നില്ല അങ്ങനെ വെക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാത്തമ്മയും വെച്ചിട്ടുണ്ട്. സാധാരണ പേപ്പറിൻ്റെ സ്റ്റിക്കറിനെക്കാട്ടും ഇത് ലാസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കീറിയെടുത്താൽ അങ്ങനെ വേറെ അതുമേ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ച് ഐറ്റംസ് വേറെ വെക്കുന്നതാണ്. കുഞ്ഞൊരു നോട്ട് പാഡ്, ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ. സ്റ്റിക്കി നോട്ട് അവൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല വലിയ ആവശ്യം ഉണ്ടാവും, അവൾ വെറുതെ വെച്ചതാവും. പിന്നെ 2 മാസ്ക് വെക്കുന്നുണ്ട്. കാരണം ചില സമയത്ത് ക്ലാസ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പൊടിയൊക്കെ വരുമ്പോൾ അവൾ മാസ്ക് വെക്കാറുണ്ട്. പിന്നെ മുടി കെട്ടാൻ 2 ഹെയർ ടൈ വെച്ചിട്ടുണ്ട്, ഒരു ടവല്. പിന്നെ ഈ കുഞ്ഞി പേഴ്സിൻ്റെ ഉള്ളിൽ ക്രയോൺസാണ് വെച്ചിരിക്കുന്നത്. അത് കുറേ ഇങ്ങനെ പൊട്ടിയും പൊളിഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൊക്കെ കൂടെ ഒരു പേഴ്സിലിട്ട് കൊണ്ടുപോവാണ്. പിന്നെ മുടി കെട്ടണതൊക്കെ വെച്ചതിൻ്റെ കാര്യം ചില സമയത്ത് വല്ലാണ്ട് കളിയും ബഹളമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഹെയർ ടൈ ഒക്കെ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം അങ്ങനെ വെച്ചേക്കണമെന്ന് മാത്രം. പിന്നെ ഇതെല്ലാം ഈ ബാഗിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ അവിടെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു പേഴ്സ് വെച്ചിട്ട് ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, അവളെല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിരിക്കുക. പിന്നെ ഒരു പാനയും കൂടി എക്സ്ട്രാ വെക്കുന്നുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ബോക്സ് അങ്ങനെ എടുക്കാൻ മറന്നു. അപ്പോൾ റോസ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അത് മറന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു പാന ഏതെങ്കിലും ബാഗിൻ്റെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കാൻ അവൾ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കീ ചെയിൻ, അത് ഞാൻ പറഞ്ഞില്ല അന്ന് ചേച്ചി ഗിഫ്റ്റ് കൊടുത്താണ്. അപ്പോൾ ആ കീ ചെയിനും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറേ സ്റ്റിക്കർ. അതും കൂടി നമ്മുടെ ബാഗ് ഹാങ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. റോസുവിന് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല, ആവശ്യമുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ റോസുവിൻ്റെ കുട വലിയ കുടയാണ്. അപ്പോൾ അതോടെ ബാഗിൽ വെക്കാൻ പറ്റില്ല, കൈ പിടിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു കുടയും കൂടി ബാഗിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റോസുവിൻ്റെ സിമ്പിളായിട്ടുള്ള ബാഗ് പാക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇസയുടെ ബാഗ് പാക്ക് ചെയ്യാം. ഇസ ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യണത്. ഈ ഒരു ബാഗിന് റോസുവിൻ്റെ ബാഗിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അത് നല്ല കാര്യം എനിക്ക് തോന്നി. കാരണം ഐറ്റംസൊക്കെ കുറച്ചും കൂടി നമുക്ക് തരം തിരിച്ച് വെക്കാനായിട്ട് പറ്റും. വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആദ്യം തന്നെ ബോക്സിൽ ഐറ്റംസ് ഒക്കെ വെക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ക്യൂട്ട് ഐറ്റംസ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതാണോ ഇഷ്ടം. അപ്പോൾ പലരും പല രീതിയിലാണ് കമൻറ്റ് ചെയ്തത്. സിമ്പിൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ക്യൂട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇസ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ പ്രാവശ്യം കുഞ്ഞു കുട്ടികളുടെ പോലത്തെ ഈ ടൈപ്പ് ബോക്സാണ് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് കുഞ്ഞു കുട്ടികളുടെ പോലത്തെ ബോക്സ് അല്ലേന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാ കൊല്ലവും ഞാൻ പൗച്ചാണ് വാങ്ങാറുള്ളത്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഇത് എന്തായാലും വാങ്ങണത്, ഒന്ന് ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മളല്ലേ സാധിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നമ്മളെന്തിനാ അത് ചെയ്യാണ്ടിരിക്കുന്നത്. വേറെ ആൾക്ക് ഉപദ്രവമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാം. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഒരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലിയർ പൗച്ച് പറഞ്ഞാൽ വാങ്ങി വെക്കുന്നതാവും നല്ലത്, കാരണം എക്സാമിന് പോകുമ്പോൾ അതാണ് കൊണ്ടുപോകാൻ നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണെന്ന്. അപ്പോൾ ഒരു ക്ലിയർ പൗച്ചും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സാണ് ഇപ്പോൾ സ്കൂളിലേക്ക് നോർമലായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പാനും ഇറേസറും ഷാർപ്നറും അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട്. ഇതിൽ ഹൈലൈറ്റർ വെക്കാനായിട്ട് ഇതിൽ പറ്റില്ല, കാരണം ഈ ബോക്സ് അടയ്ക്കാൻ പറ്റില്ല. അത് ബാഗിൻ്റെ സെപ്പറേറ്റ് എവിടെയെങ്കിലും വെക്കാം. ബാക്കി ഐറ്റംസൊക്കെ വെക്കുകയാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചിട്ടാണോ നിങ്ങൾ കൊണ്ടുപോകാറുള്ളത്? അപ്പോൾ ഇസയാണെങ്കിൽ കുറേ പാനൊക്കെ കൊണ്ടുപോകും, അതല്ലാതെ ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്നാലും ഇങ്ങനെ നിറച്ച് ബോക്സിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകട്ടെ. റോസൂനാണെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ല. മാത്രമല്ല അങ്ങനെ കുറേ കൊണ്ടുപോകുകയാണെങ്കിൽ പലതും മിസ്സിങ് ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് അവൾ വളരെ കുറച്ച് ഐറ്റംസേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇസ എന്ത് കാര്യം കൊണ്ടുപോയാലും സൂക്ഷിച്ചെല്ലാം കൊണ്ടുവരും, കാരണം അവൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ റോസൂന് അതുകൊണ്ട് അവൾ പറയും എനിക്ക് അധികമൊന്നും വേണ്ട, അതൊക്കെ വെച്ചാൽ മിസ്സാവും, അതുകൊണ്ട് ഉള്ളത് മാത്രം വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞിട്ട് അവൾ അത്രയും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും ബോക്സിലൊക്കെ വെച്ചു. അവളും കുറേ ഐറ്റംസുമൊക്കെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അത് പിന്നെ എന്തായാലും എല്ലാവർക്കും ആവശ്യമായിട്ടാണ്, അതും കൂടി ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇസയ്ക്കാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ 2 സബ്ജക്റ്റ് വെച്ച് ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ടെക്സ്റ്റും നോട്ടും മാത്രം ഇപ്പോൾ ജസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും എല്ലാം ഇനി കവർ ചെയ്യണം. കവർ ചെയ്തൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ട് പിന്നീട് കൊണ്ടുപോകാം. ഫസ്റ്റ് ഡേ ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ബുക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതെല്ലാം വെക്കുകയാണ്. ഇനി ബാഗിലെ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു പൗച്ചിൽ ഒരു ഫേസ് മാസ്ക്, പിന്നെ കുഞ്ഞൊരു ബോട്ടിൽ സാനിറ്റൈസർ, പിന്നെ ഒരു കോമ്പും മിററും കൂടിയിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, നമുക്കിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ബാഗിൽ വെക്കാനായിട്ട്. പിന്നെ ചെറിയൊരു ബോട്ടിൽ വാസലിൻ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവൾ പല്ല് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ചുണ്ട് എപ്പോഴും ഡ്രൈ ആവും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാസലിൻ വെച്ചിരിക്കുന്നത്. ലിപ് ബാം ആയാലും മതി. പിന്നെ ഇതിൽ 2 ഹെയർ ടൈ, പിന്നെ 2 സൂചി, 2 സ്ലൈഡ് അതൊക്കെ വെച്ചിട്ടുണ്ട്. സാനിറ്ററി പാഡ് ഒരു പേപ്പറിൽ കവർ ചെയ്തിട്ട് വെക്കാം. ഇതെല്ലാം കൂടി ഒരു ചെറിയ പൗച്ചിലാക്കിയിട്ട് ഇത് ബാഗിൻ്റെ ഫ്രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ പല്ലുമ്പോൾ നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആദ്യം ഇട്ടിരുന്നത് പെർമനൻറ്റ് മോഡലായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന മോഡൽ ക്ലിപ്പാണ്. അപ്പോൾ അതിൻ്റെ ബോക്സും കൂടി ഇതിൽ വെച്ചു. പിന്നെ സ്റ്റിക്കി നോട്ടും ചെറിയൊരു നോട്ട് പാഡും കൂടി ബാഗിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട ഇവിടെ ബാഗിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുറച്ച് ഐറ്റംസ് അവൾ കയ്യിൽ വെക്കാറുള്ളതാണ് ഇതൊക്കെ. ഫേവി സ്റ്റിക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഒരു മാർക്കർ വെച്ചിട്ടുണ്ട്, ഒരു ഹൈലൈറ്ററും കൂടി സൈഡിൽ വെച്ചിട്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ മാത്രമായിട്ട്. പിന്നെ ഇസയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ലഞ്ച് കൊണ്ടുപോകണം, കാരണം അവർക്ക് 8ാം ക്ലാസ് വരെയാണ് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുക. പിന്നെ 9, 10 വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ലഞ്ച് ബോക്സും കറിപ്പാത്രം, വാട്ടർ ബോട്ടിൽ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുമൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാഗിൽ എല്ലാ ഐറ്റംസും വെച്ചു. ഇനി ഒരു കീ ചെയിനും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് നല്ല സെറ്റായിട്ട് പോവുക. നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.